children, welcome back to my channel LKL Star Maths Class. In our SSLC first chapter, page number 24 first sum ആണ് ചെയ്യാൻ പോകുന്നത്. So നമുക്ക് എന്താണ് question എന്ന് നോക്കാം. See, the 8th term of an arithmetic sequence is 12 and its 12th term is 8. What is the algebraic expression for this sequence? എന്താണ് തന്നിട്ടുള്ള ഒരു arithmetic sequenceൻ്റെ 8th term 12 ആണ് and the 12th term എത്രയാണ് 8 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ algebraic expression for this sequence ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് അതൊന്ന് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്കിവിടെ എഴുതാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് 8th term ആണ്. അപ്പോൾ നമ്മൾക്ക് അതിനെ എങ്ങനെയായിട്ട് എടുക്കാം? x8 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ചെയ്യാം നമുക്കത്. അപ്പോൾ പേജ് 24 ഫസ്റ്റ് വണ്ണാണ് കേട്ടോ. അത് തന്നിട്ടുള്ളത് നമുക്ക് എന്താണ്? x8 തന്നിട്ടുണ്ട്. x8 എത്രയാണ് തന്നിട്ടുള്ളത്? 12 ആണ് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? x12 ആണ്. x12 നമുക്ക് തന്നിട്ടുള്ളത് 8 ആണ്. ഇവിടെ ഒന്ന് നോക്കിയ ഒരു പ്രത്യേകത കണ്ടോ? x12 ഇവിടുത്തെ ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? പൊസിഷനും ടേംസും ആണല്ലോ നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? x8 എന്ന് പറയുന്നത് 8ാമത്തെ ടേമാണ്, അത് 12ഉം 12ാമത്തെ ടേം എന്താണ്? 8ഉം. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു വരുന്ന ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? 8 ഇവിടെ വന്നു, ഈ 12 ഇങ്ങനെ വന്നു അല്ലേ? പൊസിഷനും ടേമും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ എല്ലാവരും. ഇനി അതല്ല നമുക്കിത് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയായിരിക്കും ചെയ്ത് നോക്കേണ്ടത്? നമുക്ക് എപ്പോൾ ഇങ്ങനത്തെ ഒരു തന്നാലും നമ്മൾ ഫസ്റ്റ് എന്ത് കാണും? ഡിഫറൻസ് കാണും. സോ ഡിഫറൻസ് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? x12 അല്ലേ? x12 അതായത് ഈ ടേമിൽ നിന്ന് ഈ ടേം റെഡ്യൂസ് ചെയ്യും. x12 മൈനസ് x8 ബൈ പൊസിഷൻ 12 മൈനസ് 8. ഇതെന്താണിത്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് വേറൊരു രീതിയിൽ നമ്മൾ പറയും. സോ x12 എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? 8 ആണ്. മൈനസ് x8 എന്ന് പറയുന്നത് ആരാണ്? 12 ആണ്. മൈനസ് 12 മൈനസ് 8 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. ക്ലിയർ ആയില്ലേ? ഇനി ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടുക? 4 കിട്ടും. എന്ത് 4 കിട്ടുക? -4 ആയിരിക്കും. ബിക്കോസ് ഈ 12ൻ്റെ മുന്നിൽ മൈനസ് സൈൻ ആയതുകൊണ്ട് ആൻസറിന് മൈനസ് വരും അല്ലേ? അപ്പോൾ ഇത് കട്ടായിപ്പോയി. ബാക്കി എത്രയാണ് നമുക്ക് കിട്ടിയത്? -1. കണ്ടോ? അപ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടിയത് -1 തന്നെയല്ലേ? കണ്ടോ? അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാണ്ട് തന്നെ ഇതുപോലൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഉടനെ എഴുതിക്കൊള്ളുക. ഡിഫറൻസ് എത്രയാണ്? -1 എന്ന്. ക്ലിയർ ആയല്ലോ? ഇത്രയും പറഞ്ഞതോ? അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും പഠിച്ചതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കിടപ്പാണല്ലോ. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? xn = an + b. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഞാൻ ഇക്വേഷൻ എടുത്തിവിടെ എഴുതാൻ പോവാണ്. എന്താണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാനുള്ളത്? xn = an + b. ഇനി ഇവിടെ എന്താണ്? b എന്താണെന്നൊക്കെ അറിയണ്ടേ? അതെ, a എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ a എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഫറൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയ ഡിഫറൻസ് എത്രയാണ്? -1 എന്ന്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എടുത്ത് എഴുതാം. a എന്ന് പറയുന്നതും b എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അതിൻ്റെ ആൻസർ എന്താണ്? -1 ആണ്. ഓക്കെ ആണല്ലോ? ഇനി b. ഇതിൽ b കണ്ടെത്താനായിട്ട് എന്താ വെച്ചാൽ ഫസ്റ്റ് ടേം മൈനസ് ഡിഫറൻസ് ആണ്. f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, d എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്കിവിടെ അറിയില്ല അല്ലേ? ഡിഫറൻസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സോ ഫസ്റ്റ് ടേം കാണണ്ടേ ഇവിടെ? അപ്പോൾ അവിടെ നല്ലപോലെ ശ്രദ്ധിക്കാം. ഫസ്റ്റ് ടേം മൈനസ് ഡിഫറൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് ടേം ഇല്ല, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടേമിനെ നമുക്കിവിടെ കണ്ടെത്തണം. അതിനുവേണ്ടി നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള ആ ഒരു ഫോമിൽ തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അല്ലേ? നമുക്ക് എന്തെടുക്കാം? നമ്മൾക്ക് ഉള്ളത് ആരാണ് ഇവിടെ? x8 ഉണ്ട്, 12 ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ x8നെ എടുത്തെഴുതുക. ഓക്കെ, ഇങ്ങനെ ഒരു ഫോമുല നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? nth ടേം കാണാനായിട്ടൊക്കെ എല്ലാവരും ഫോമുല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എടുത്ത് എഴുതുക. കണ്ടോ? x1 + n - 1 × d. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് കണ്ടെത്തേണ്ട ആരാണ്? x1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫസ്റ്റ് ടേമാണ്. ഓക്കെ, അപ്പോൾ ആ x1 അതുകൊണ്ടാണ് ഈ ഫോമുല എടുത്തത് കേട്ടോ. സോ x1 + ഇവിടെ എന്താണ്? 8 - 1. ഇത് 8th ടേം അല്ലേ? അപ്പോൾ n-ൻ്റെ സ്ഥാനത്ത് 8 കൊടുക്കുക.
ഡി നമുക്കറിയാം. അപ്പോൾ ഡിയുടെ വാല്യൂ അടുത്ത സ്റ്റെപ്പിൽ ഇടാം കേട്ടോ. 6x1 പ്ലസ് ഇവിടെ എന്ത് കൊടുക്കാം 7. ഇനി ഡിഫറൻസ് നമുക്കറിയാം. ഡിഫറൻസ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയല്ലേ. എത്രയാണ് നമുക്ക് ഡിഫറൻസ് കണ്ടെത്തിയത്? -1 ആണ്. സോ നമുക്കതോടെ -1 ഇട്ട് കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ഇവിടെ? അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്? x8 = 12 എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ ഇതൊന്നും കൂടെ എടുത്തെഴുതാം കേട്ടോ. x1 പ്ലസ് ഈ -1 × 7 എന്ന് പറയുമ്പോൾ എന്താ വരിക? -7. അപ്പോൾ ഒന്നും കൂടെ എടുത്തെഴുതിക്കൂടെ? x1 - 7 എന്ന് എഴുതാം. അതാണ് എന്തെന്ന്? 12. അതായത് നമ്മൾ x8നെ കണ്ടോ, ഈ x8 = 12 ആണ്. അതിനകത്ത് നമ്മൾ എടുത്തെഴുതി x1 - 7. അപ്പോൾ ആ 12നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? x1 നമ്മൾ ഫസ്റ്റ് ടേം കണ്ടെത്താൻ പോവാം കേട്ടോ. ഫസ്റ്റ് 12 എഴുതുക. ഈ 7 ഇപ്പുറേക്ക് പോകുമ്പോൾ എന്തായി? +7 ആയി. അപ്പോൾ നമുക്ക് x1 വിച്ച് മീൻസ് വാട്ട്? നമ്മുടെ ഫസ്റ്റ് ടേം അല്ലേ. ഇതാണ് നമ്മുടെ എഫ്, അല്ലെങ്കിൽ എന്ത് പറയാം? ഫസ്റ്റ് ടേം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം കിട്ടിയ എന്താണ്? 19 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ടേം കണ്ടെത്തിയത്? നമ്മുടെ ഇക്വേഷനിൽ വന്നിട്ട് എങ്ങനെയാണ്? an + b എന്നാണല്ലോ. അപ്പോൾ a നമ്മൾ ഓൾറെഡി കണ്ടെത്തി. പക്ഷേ b കണ്ടപ്പം f - t ആയിരുന്നു. ഫസ്റ്റ് ടേം -t. നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടേം ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു x1 + n - 1 × d എന്നുള്ള ഇക്വേഷൻ അല്ലേ. 8 എന്ന് പറയുന്നത്, x8 എന്ന് പറയുന്നത്, അങ്ങനെയാണ് നമ്മൾ എന്ത് ടേം കാണുന്നത്. സോ അത് കണ്ടെത്തി വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 മീൻസ് ഫസ്റ്റ് ടേം ആണ് നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഈ വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അതേ നോക്കിയേ, ഇക്വേഷൻ ഒന്നുകൂടെ എടുത്തെഴുതാണ്. x=an + b അല്ലേ. നമുക്ക് a കിട്ടി. എയും ഡിയും എന്താണ്? -1 നമ്മളോട് ഓൾറെഡി കണ്ടെത്തി. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? -1n അല്ലേ. എൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താ വെച്ചാൽ -1n. ദെൻ ബിയുടെ സ്ഥാനത്ത് നമുക്ക് എന്താ എഴുതിയത്? ഈ പറഞ്ഞ ബി എന്ന് പറയുന്നത് നമ്മൾ f - d ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മളത് ചെയ്തില്ല അല്ലേ. അതുകൊണ്ട് വെക്കാം കേട്ടോ. അത് b = എന്താണ്? f - t ആണ്. സോ എഫ് നമുക്കിവിടെ കിട്ടി. ഫസ്റ്റ് ടേം കിട്ടി 19 മൈനസ്, കണ്ടോ ഈ -ഇട്ട് ഡിഫറൻസ് നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? -1 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് വരും? 19 -∞ +i 1 = നമുക്ക് എന്ത് കിട്ടും? 20 കിട്ടും. അപ്പോൾ നമുക്കതോടെ എഴുതിയാൽ പോരെ. കണ്ടോ, എഫ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ 20 കിട്ടി. അപ്പോൾ എ നമ്മൾ ഓൾറെഡി എടുത്തെഴുതി. ഇനി നമുക്കിവിടെ എന്തെഴുതാം? ഈ 20 കൂടി എഴുതാം. കണ്ടോ? അപ്പോൾ നമ്മൾക്ക് ഇതിനൊന്നുകൂടി കറക്റ്റ് ചെയ്ത് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? കണ്ടോ, xn = ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് എഴുതുക. ഈ 20 ആദ്യം എഴുതുക. -1n എന്ന് എഴുതേണ്ട ആവശ്യമില്ല. വെറുതെ n എന്ന് ഇട്ടാൽ മതി. അപ്പോൾ മനസ്സിലായാലും എങ്ങനെയാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നതെന്ന്? ഈസി ആയിട്ടുള്ള സമ്മാണ്. ഇവിടെ മാത്രം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് എന്തില്ല? ഫസ്റ്റ് ടേം ഇല്ല. സോ ഫസ്റ്റ് ടേം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്കത് കിട്ടി കേട്ടോ. ഇവിടെ n മാത്രം ഇട്ടാൽ മതി. n-ൻ്റെ മുന്നിലേ 1 ഇടണം എന്നില്ല. ബിക്കോസ് ഒരു വേരിയബിൾ അടക്കിടുന്നാൽ അതിൻ്റെ മുന്നിലൊരു 1 ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ ക്വസ്റ്റ്യൻ്റെ ആൻസർ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 25-ലെ 3rd ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കണ്ടോ, 3. Prove that arithmetic sequence with first term 1/3 and common difference 1/6 contains all natural numbers. നമുക്ക് ആകെ തന്നിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കിയേ. കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം 1/3 തന്നിട്ടുണ്ട്. ദെൻ കോമൺ ഡിഫറൻസ് 1/6 തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ പറയുന്നത്? എന്തെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? തെളിയിക്കാൻ പറ്റുള്ള കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഈ വരുന്ന ഒരു ഇതിനകത്ത് വരുന്നതെല്ലാം എന്തായിരിക്കും? നാച്ചുറൽ നമ്പേഴ്സ് ആകണമെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന പ്രകാരം ഫസ്റ്റ് ടേം, സോ അതിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? x1 = 1/3 എന്ന് എടുക്കാം അല്ലേ. പിന്നെ കോമൺ ഡിഫറൻസ് അത് തന്നെയാണ് a എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 1/6 തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് എല്ലാം വരുന്നത് എന്താണ്? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മളെങ്ങനെ കൗണ്ട് ചെയ്യുക? 1 2 3 4 5 6 അങ്ങനെ കൂടും അല്ലേ. അപ്പോൾ അങ്ങനത്തെ നമ്പർ വരുന്ന പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചെയ്ത് നോക്കാം. ഇത്
തേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. സോ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്? x1 എന്നാണ്. അത് എത്രയും നമുക്ക് തന്നിട്ടുള്ള 1/3 ആണ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള കോമൺ ഡിഫറൻസ് ആണ്, അത് 1/6 ആണ് തന്നിട്ടുള്ളത്. നമ്മുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? xn = an + b ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അതിൽ ഞാൻ മുന്നത്തെ കണക്കിൽ പറഞ്ഞ പോലെ തന്നെ എയും ഡിയും എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് തന്നെയാണ്. എ എന്ന് പറഞ്ഞാലും ഈ സി ഡി എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. അപ്പോൾ നമുക്കത് എടുത്തെഴുതാം. എ എന്നും ഡി എന്നും പറഞ്ഞാൽ ഒന്നാണ്. സോ അതുകൊണ്ട് അതാണ് 1/6. ഇനി നമുക്ക് ആരെ കണ്ടെത്തേണ്ടത്? ബിയെ കണ്ടെത്തണം. ബിയെ കണ്ടെത്താനുള്ള ഫോർമുല എന്താണ്? f - d, അതായത് ഫസ്റ്റ് ടേം മൈനസ് ഡിഫറൻസ് ആണ് അത് കാണാൻ. നമ്മുടെ കയ്യിൽ ഇതേ ഫസ്റ്റ് ടേം ഉണ്ട്. സോ നമുക്ക് എഫിൻ്റെ സ്ഥാനത്ത് 1/3 എഴുതാം. മൈനസ് ഡിയും നമുക്കുണ്ട് അല്ലേ, 1/6. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ LCM നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ LCM എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ കുഞ്ഞു ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളതല്ലേ, 3ഉം 6ഉം കൂടെ വന്നാൽ അതിൻ്റെ LCM എന്താണ്? 6 തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ 3 6ൽ എത്ര ടൈംസ് പോകും നോക്കാം. 2 ടൈംസ് അല്ലേ. അതുകൊണ്ട് ഇവിടെയും 2 കൊടുക്കാം, ഇവിടെയും 2 കൊടുക്കാം. ഇവിടെ 6 തന്നെയാണല്ലോ. സോ അതിനെക്കുറിച്ച് ഓർത്തിനി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കിയേ, 1 × 2 എത്രയാണ്? 2. 3 2s are 6 minus 1/6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 2 - 1 1/6 കിട്ടും. കണ്ടോ? അപ്പോൾ നമുക്ക് എന്താ ഇവിടെ കിട്ടിയിരിക്കുന്നത്? നമ്മളുടെ എന്താ കിട്ടിയ? ഫസ്റ്റ് ടേം അല്ലേ, ബി കിട്ടി. ബി എന്ന് പറയുന്നത് എത്രയാണ്? 1/6 കിട്ടി. അതായത് f - t ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് 1/6. ദാറ്റ് ഈസ് എന്താണ്? ബി ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇക്വേഷനിൽ എയും വന്നു, ബിയും വന്നു. ഏത് ഇവിടെ കിടക്കുന്നു, ബി നമ്മളിപ്പോൾ കണ്ടെത്തി, 1/6 നമ്മൾ കണ്ടെത്തി. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഇക്വേഷനാണ് ഇട്ട് കൊടുക്കുക അല്ലേ. xn = a സ്ഥാനത്ത് ആരാ വരിക? 1/6 പ്ലസ് ബിയുടെ സ്ഥാനത്ത് ആര് വരും? 1/6 വരും. ഇവിടെ നോക്കിയപ്പോൾ ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത്. സോ ഇതിനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ കറക്റ്റ് ചെയ്ത് എഴുതും? നോക്കിയേ, 1 × n എന്താ? n. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? +1 ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? n+1. പിന്നെ രണ്ടിലും ഡിനോമിനേറ്റേഴ്സ് എന്തായി? നമ്മളോട് ഈക്വലൈസ് ചെയ്തെടുത്തല്ലോ, 6 ആക്കി. കണ്ടോ? അപ്പോൾ നമ്മളിവിടെ 6 എഴുതുക. അപ്പോൾ നമുക്ക് ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മളിവിടെ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളോട് പറയുന്നത് ഈ n+1 എന്ന് പറയുന്നത് ആരായിട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഈ n+1 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. ഈ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അത് ഇതാ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, നാച്ചുറൽ നമ്പേഴ്സ് നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സ് 1 2 3 4 ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ 6 ഇല്ലേ, 6ൻ്റെ മൾട്ടിപ്പിൾസിനെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇവിടെ കിടക്കുന്ന ഡിനോമിനേറ്റർ 6 ആണ്. സോ 6ൻ്റെ മൾട്ടിപ്പിൾസിനെ നമ്മൾക്കൊന്ന് നോക്കാം. നോക്കിയേ, എന്തൊക്കെയാണ് 6ൻ്റെ മൾട്ടിപ്പിൾസ്? 1 × 6 6 ആണ്. 6 2s are 12, then 6 3s are 8, അങ്ങനെ പോകും അല്ലേ. ഇതാണ് 6ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 6 ആണ് കേട്ടോ. മൾട്ടിപ്പിൾ ഓഫ് 6 ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എഴുതി വെച്ചു. ഇനി നമുക്ക് ഈ കിടക്കുന്ന 6 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 6 കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ n എന്ന് പറയുന്നത് നമുക്ക് 5 ആയിട്ട് എടുത്താൽ 5 + 1 എന്ത് കിട്ടും? 6 കിട്ടും അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, ഇഫ് n = 5 എടുത്ത് നോക്കാം. കാരണം ഇത് 6 വരണം അല്ലേ. 6 വന്ന് 6 അതിൽ കട്ട് ചെയ്ത് പോയാൽ നമുക്ക് 1 കിട്ടണം. അപ്പോൾ നോക്കിയേ, എന്നിൻ്റെ വാല്യൂ 5 എടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നോക്കാം. അതെ, n+1/6 എന്നാണ്. സോ എന്നിൻ്റെ വാല്യൂ എന്ത് കൊടുത്തു? 5 + 1/6. 6/6 = 1. ഈ നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള 1 നമുക്ക് കിട്ടിയില്ലേ. കണ്ടോ? ഇനി അടുത്ത നമുക്ക് എന്താണ് വരേണ്ടത്? 12 ആണ് വരേണ്ടത് അല്ലേ. ഈ 12 വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കണം? 11 + 1 അല്ലേ 12 വരേണ്ടത്. കണ്ടോ? ഈ 12 ആണ്. 12 നമുക്ക് കിട്ടണം. ഈ 12 കിട്ടണമെങ്കിൽ ഇവിടെ 11 + 1 12 കിട്ടും. ഇനി ആ 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ഈ 2 കിട്ടും. കണ്ടോ? അപ്പോൾ ഇത് തമ്മിലൊരു റിലേഷൻ കാണുന്ന കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ അടുത്ത നമുക്ക് എന്തെടുക്കാം? ഇഫ് n = 11 എന്നെടുക്കാം. കണ്ടോ? നമ്മൾ എങ്ങനെയെങ്കിലും ഇതിനെ ആക്കിയേ പറ്റുള്ളൂ. മൾട്ടിപ്പിളിലേക്ക് നമ്മൾക്ക് ഇതിനെ കൊണ്ടുവരണം. കണ്ടോ? അതായത് n+1 6ൻ്റെ മൾട്ടിപ്പിൾ ആകണം. അപ്പോൾ മൾട്ടിപ്പിൾ ആയാൽ മാത്രമേ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഈ n+1 ആരാവണം? 6ൻ്റെ മൾട്ടിപ്പിളിൽ ആയിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് 6 കൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ നാച്ചുറൽ നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇത് നോക്കിയേ, n = 11 എന്നാണ്.
അപ്പോൾ നമുക്ക് എന്തെടുക്കാം, ഈ n+1 എന്ന് പറയുന്നതിന് ഈ ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടില്ലേ നോക്കിയേ, n+1 6 എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആരെ ഇട്ട് കൊടുക്കാം, 11 ഇട്ട് കൊടുക്കാം. അപ്പോൾ 11+1/6 ആയി. ഇവിടെ എന്തായി, 12/6 ആയി. ഇതിൽ പോയി 2 കണ്ടോ. അപ്പോൾ അടുത്ത നാച്ചുറൽ നമ്പർ കിട്ടിയില്ലേ, 1 2 3 1 2. ഇനി അടുത്തത് എന്താ, നമുക്ക് 18 ആണ്. ഈ 18 ആവണമെങ്കിൽ എന്തായിരിക്കും 1ൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്, 17 അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഇഫ് n = 17. നമ്മുടെ ഇക്വേഷൻ n+1/6 ആണ്. എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് 17നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. +1 6 വിച്ച് മീൻസ് വാട്ട്, 18/6 അല്ലേ. 6ൽ എത്ര ടൈംസ് പോയി, 3 കണ്ടോ. അടുത്ത നാച്ചുറൽ നമ്പറും കിട്ടി, 1 2 3 എന്നുള്ള നാച്ചുറൽ നമ്പർ കിട്ടി. ഇനി നമ്മൾ അടുത്ത് ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും കിട്ടുക, 4 ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് എന്തായിരിക്കും ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടതെന്ന് നോക്കിയാൽ, നമുക്ക് എന്നിൻ്റെ വാല്യൂ 5 എടുത്തു, 11 എടുത്തു, 17 എടുത്തു കണ്ടോ. അപ്പോൾ അതാണ് നമ്മുടെ n എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ n എന്തെടുക്കാം നമുക്ക്, 5 11 17. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ എക്സെന്നുകൾ എന്ത് വരും, അതായത് ആ പൊസിഷൻ കണ്ടോ. ഇതെന്താ വരിക, 1, ഇത് 2, ഇത് 3 കണ്ടോ. അതൊക്കെ പൊസിഷൻ അല്ലേ കാണിക്കുന്നത്. അപ്പം ഇതാണ് എന്നെ ഉണ്ടാവും 1 2 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ക്ലിയർ ആയാലും അതിൻ്റെ ആൻസർ ഉണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പോകും. ഓക്കെ, അടുത്തത് 4th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രൂവ് ദാറ്റ് അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3 കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പർ. ഇവിടെ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 1/3, കോമൺ ഡിഫറൻസ് 2/3 തന്നിട്ടുണ്ട്. ഇതിനകത്ത് വരുന്നതെല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം, പക്ഷേ എന്തില്ല, ഈവൻ നമ്പേഴ്സ് ഇല്ല. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം 4th ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഈ ഫോർത്തിനകത്ത് നമ്മുടെ ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ എന്തെഴുതാം, എഫ് എന്ന് എഴുതാം. ഫസ്റ്റ് ടേം എന്താണ്, 1/3 ആണ്. പിന്നെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്, 2/3 നമുക്ക് ഡിഫറൻസുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫോർമുല എന്ത് തന്നെയാണ്, xn = an+b തന്നെയാണല്ലോ ആൾജിബ്രിക് ഫോം ചെയ്യാനായിട്ടുള്ള. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, എയും നമ്മുടെ ഡിയും എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. സോ അവിടെ എന്തെഴുതാം, നമുക്ക് 2/3 ആണ്. അത് ഓക്കെയാണല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം, ഇക്വേഷനിലുള്ള ബീനെ കണ്ടെത്തണം. ബിയുടെ ഫോമുല എല്ലാവർക്കും അറിയാമല്ലോ, f-d, അതായത് ഫസ്റ്റ് ടേം മൈനസ് ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ടല്ലേ 1/3, ഡിഫറൻസ് എത്രയാണ്, 2/3. ഇത് വളരെ എളുപ്പമല്ലേ, ഡിനോമിനേറ്റേഴ്സ് ഒക്കെ സെയിം ആണ്. സോ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല, LCM കാണണ്ട. സോ 1 - 2 നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. പക്ഷേ വെറും 1 ആണോ, അല്ല. ബിക്കോസ് എന്താണ്, 2ൻ്റെ മുന്നിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. സോ കണ്ട, -1/3 കിട്ടി. അപ്പോൾ അതും കിട്ടി. ഇനി നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഈസി ആയിട്ട് ഫോം ചെയ്യാം അല്ലേ. എയുടെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്, 2/3. ഇവിടെ n എടുക്കുക. ബി എത്രയാണ് നമുക്ക് കിട്ടിയത്, -1/3 കണ്ടോ. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇവിടെ രണ്ടിൻ്റെയും എന്താ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതാമല്ലോ. എങ്ങനെ എഴുതാം, കണ്ടോ, 2 × n അല്ലേ. അപ്പോൾ 2n, ഇത് -1/3. ഇതാണ് നമ്മുടെ എന്തെന്ന് ഓൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടിയത്. കണക്ക് തീർന്നോ, ഇല്ല അല്ലേ, ബാക്കി ഇനിയും കിടക്കുന്നു ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 2n - 1 ആണ്. 3യുടെ മൾട്ടിപ്പിൾസ് ആവണം. 2n - 1 എന്ന് പറയുന്നതൊക്കെ എന്താണ്, 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ആവേണ്ടത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്, ഈ 2n - 1/3 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 2n ഒക്കെ എന്താണ്, 3യുടെ മൾട്ടിപ്പിൾസ് ആയേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് എന്താണ്, ഇപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും വരുന്നത്, അതേ 1 × 3 3, 3 2s 6, 3 3s 9, 3 4s 12, 3 5s 15 കണ്ടോ. ഇങ്ങനെ ആയിരിക്കും അല്ലേ പോകുന്നത്. ഇതിൽ ഇപ്പോൾ ഈ 2n കൂടെ 2n ആക്ച്വലി എന്തായിരിക്കും, അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. ആ ഒരു ഈവൻ നമ്പറിൽ നിന്ന് 1 റെഡ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു ഓഡ് നമ്പർ കിട്ടും. അതായത് ഇപ്പോൾ നോക്കിയാൽ ഈ 2 × 2 കണ്ടോ, -1. ഇപ്പോൾ 2 2s എത്രയാണ്, 4. -1 എത്രയാണ്, 4 - 1 3 കിട്ടി. ഇനി നോക്കിയാൽ 2 3s 6. ഇതുപോലെ ഈവൻ നമ്പർ അല്ലേ കിട്ടിയേണ്ടത്. ഇതിനും കൂടെ ചെയ്യുമ്പോൾ 4, ഇതിനും കൂടെ ഇതൊക്കെ എന്താ, ഇരട്ട സംഖ്യകളാണ്, ഈവൻ നമ്പറാണ് അല്ലേ. ഇനി ഈ 6ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എത്ര വരിക, അതേ 5 കണ്ടോ. അപ്പോൾ ഓഡ് നമ്പർ അല്ലേ നമുക്ക് കൂടുതലും വരുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം കേട്ടോ. പക്ഷേ
ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, 12, 15 ഇങ്ങനെ പോവാണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ള മറ്റൊരു കണ്ടീഷൻ എന്താണ്, ഇതിനകത്ത് ഈവൻ നമ്പേഴ്സ് ഒന്നും വരാൻ പാടില്ല. എന്തേ വരാൻ പാടുള്ളൂ, ഓഡ് നമ്പർ മാത്രമേ ഇതിൽ വരാൻ പാടുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ ഇത് 3യുടെ മൾട്ടിപ്പിൾസാണ്. അതിന് വരാൻ പറ്റിയ നമ്പറുകളെന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകളല്ലേ വരാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് ഈവനാണ് അല്ലേ, അപ്പോൾ നമുക്കിവിടെ എടുക്കേണ്ടത് ഇത് ഓടാണ്, പിന്നെയോ ഇത് ഓടാണ്, ഇത് ഓടാണ്. ഇതൊക്കെ എന്താണ്, 3 + 3 6 കിട്ടും, ഇവിടെ 6 + 6 12 കിട്ടും. അപ്പോൾ നമുക്ക് പോസിബിളായിട്ട് വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് എന്താണ്, 3ഉം 9, 15, പിന്നെ കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ നമ്പർ വരേണ്ടതെങ്കിൽ, അതായത് ഈ 2n -1 ഈ 3 ആവണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടതെന്ന് നോക്കിയേ. ഇതുണ്ട് 2n - 1 ഈ 3 ആകണമെന്നുണ്ടെങ്കിൽ നോക്കിയുടെ 2n = ഈ 3 -1 ഇപ്പറേ വരുമ്പോൾ എന്തായി, +1 ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നോക്കിയേ, 2n = 4 കിട്ടി. n = എന്ത് വരും, 4/2. നമുക്ക് എന്താ കിട്ടിയത്, 2 കിട്ടി. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈ 2 ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2 × 2, എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയ 2 ആണല്ലേ. സോ -1/3 എന്ത് കിട്ടി നമുക്ക്, 4 - 1/3 കണ്ടോ. അപ്പോൾ എന്താ കിട്ടുക, 3/3. ഇതേ കട്ടായി. എത്ര കിട്ടി നമുക്ക്, 1 കിട്ടി. ക്ലിയർ അല്ലേ. ഈ 1 എന്ന് പറയുന്നത് എന്താണ്, ഓഡ് നമ്പർ ആണല്ലോ, ആണോ, അതെ അല്ലേ. ഈ 1 എന്ന് പറയുന്നത് എന്താണ്, ഒറ്റ സംഖ്യയാണ്. ക്ലിയർ ആയില്ലേ. അപ്പോൾ അത് ഇനി അടുത്ത് എന്ത് പറയണം, അപ്പോൾ നമ്മൾ 2n - 1നെ 3 ആക്കാൻ വേണ്ടി ഈ 3 കേട്ടോ, ഈ 3 ആക്കാൻ നോക്കി. അപ്പോൾ നമ്മൾക്കത് മനസ്സിലായി. ഇനി അടുത്തത് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2n - 1നെ നമുക്ക് ഈ 9 ആക്കാനൊന്ന് നോക്കാം. സോ = 9 ഇവിടെ കൊടുക്കാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ 2n = എന്ത് വരും, ഈ 9 എഴുതി, ഇതിപ്പറേക്ക് വരുമ്പോൾ എന്തായി, +1 ആയി അല്ലേ. അപ്പോൾ 2n = എന്ത് കിട്ടി, 10 കിട്ടി. സോ n = വാട്ട്, ഇത് ട്രാൻസ്പോസ് ചെയ്യണം അല്ലേ. 2 ഇപ്പറേക്ക് വരുമ്പോൾ എന്തായി, ഡിവൈഡ് ചെയ്യാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ. ക്ലിയർ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ തന്നെ 2n = 4 ആണ്. ദർഫോർ n = ഇത് 2 × n എന്നാണ്. സോ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഡിവിഷൻ. അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. 10 കിട്ടി, ഇത് ട്രാൻസ്പോസ് ചെയ്യപ്പോൾ എന്താണ്, ഡിവിഷനാണ്. സോ എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടി, നമുക്ക് 5 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം കണ്ടോ. അതായത് ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് 5 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്കൊന്നും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഇക്വേഷനിലേക്ക് കണ്ടോ. അതായത് 2n - 1/3 ആണ് അവിടെ എന്നിൻ്റെ 2n - 1/3 ആണ്. അവിടെ നമുക്ക് എന്നിൻ്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. 2 × n എത്രയാണ്, 5 ആണ്. -1/3 വിച്ച് മീൻസ് 2 5 3 ആണ്, 10 കിട്ടി. -1/3. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 9/3 കിട്ടി. 3 ഇതിൽ കട്ടായി പോകും, 3 ടൈംസ് പോകും അല്ലേ. അപ്പോഴും നമുക്ക് എന്താ കിട്ടിയത്, അടുത്ത ഓഡ് നമ്പറാണ് നമുക്ക് കിട്ടിയത് കണ്ടോ. 1ഉം കിട്ടി, 3ഉം കിട്ടി. മനസ്സിലായോ. ഓഡല്ലേ നമുക്ക് കിട്ടിയത്. നമുക്കിനി അടുത്തത് ഇപ്പോൾ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് വരുന്ന സാധ്യതകൾ ഇതാതാ പറഞ്ഞ കേട്ടോ. 3 നമ്മൾ ചെയ്തു, 9 ചെയ്തു, ഇനി എന്താണ് 15. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2n - 1നെ 15 ആക്കാനായിട്ട് നോക്കണം. ഓക്കെ, അത് ചെയ്യാൻ വരുമ്പോഴേക്ക് നമുക്ക് എന്തായിരിക്കും കിട്ടുക, എന്താണ്, 2n = ഈ 15, ഈ -1ഉം കൂടെ നമുക്ക് എന്തായി, +1 ആയി അല്ലേ. അപ്പോൾ 2n = എത്ര കിട്ടി, 16 ആയി. അങ്ങനെയാണെങ്കിൽ n = എന്ത് വരും, 16/2 ഇപ്പറേക്ക് വരുമ്പോൾ എത്രയായി, 2 ഇപ്പറേക്ക് വരുമ്പോൾ എത്രയായി, ഡിവിഷനായി. അവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായി, 8 കണ്ടോ. എന്നിൻ്റെ വാല്യൂ 8 കിട്ടി. നമുക്ക് വീണ്ടും നമ്മുടെ ഇക്വേഷനിലേക്ക് അതൊന്ന് കൊടുത്തു നോക്കാം. 2n - 1/3 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പോൾ അതിനകത്തേക്ക് എന്നിൻ്റെ വാല്യൂ എന്തിട്ട് കൊടുക്കാം, 8 കണ്ടോ. n = 8 അല്ലേ. സോ 8 - 1/3 ഒന്ന് ചെയ്ത് നോക്കാം. എത്ര കിട്ടി, 16 - 1/3. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 15 കിട്ടും കണ്ടോ. 15/3. 3 ഇതിൽ എത്ര ടൈംസ് പോയി, 5. അപ്പോൾ നമുക്ക് എല്ലാം ഓഡ് നമ്പേഴ്സല്ലേ കിട്ടിയത്. അപ്പോൾ ഇതിൽ വരുന്നതൊക്കെ എന്താണ്, ഓടേ വരുള്ളൂ കണ്ടോ. ആദ്യം 1 കിട്ടി, പിന്നെ ചെയ്തപ്പോൾ 3 കിട്ടി, പിന്നെ ചെയ്തപ്പോൾ എത്ര കിട്ടി,
5 കിട്ടി. അപ്പോൾ 135. ഈ 135കൾ എടുത്താലായിരിക്കും നമ്മുടെ ഓഡ് നമ്പേഴ്സ് എല്ലാം വരുന്നത് എന്താണ് 39, 59 വരുന്നത്. മനസ്സിലായോ? എത്രയാണ് ഈ പ്രോബ്ലം കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യട്ടെ കേട്ടോ. താങ്ക് യു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ബോട്ട് ലൈക്ക് ചെയ്യുക.